നമസ്കാരം. പവനായിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വിഭവം ബീഫ് കാസറോൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ്. ബീഫ് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് നല്ലതുപോലെ കഴുകി കൊണ്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 5 സവാള വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇതേപോലെ വളരെ നൈസായിട്ട് ഒരു 5 സവാള നമ്മൾ അരിഞ്ഞെടുക്കും. ഈ സവാള നമ്മൾ വറുത്തെടുക്കാൻ കൊണ്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ ഒരു 5 സവാള അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സവാള ഇതിലിട്ട് നല്ലതുപോലെ വഴറ്റി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇത് പൊടിച്ചെടുക്കാൻ കൊണ്ടാണ്, മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന ഈ സവാള കുറേ നേരം വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ ചിപ്സ് പോലെ ആവും. ഒന്നേ തൊടാതായിട്ട് ചിപ്സ് പോലെ കിടക്കും. ഇതേപോലെ ബ്രൗൺ കളറായി. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കണം തണുക്കാനായിട്ട്. തണുത്തതിന് ശേഷമേ മിക്സിയിലേക്ക് ഇട്ട് ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കിട്ടും. ഇതല്ലേ, ഇത് നമ്മളിനിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി. 1 കിലോ ബീഫിന് 8 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്, വളരെ ചെറുതായിട്ട് അരിഞ്ഞത് 8 ടീസ്പൂണാണ് വേണ്ടത്. അതേപോലെ ഇഞ്ചി 4 ടീസ്പൂണാണ് വേണ്ടത്. ഇത് രണ്ടും വളരെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം. ഇങ്ങനെ നൈസായിട്ട് അരിയുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ എണ്ണയിലിട്ട് ഇതും വഴറ്റി മാറ്റി വയ്ക്കണം. ഇപ്പം നമ്മൾ സവാള വഴറ്റിയ ചട്ടി ആയതുകൊണ്ടാണ് അതിലെ ആ ഒരു കറുപ്പ് നിൽക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുത്ത് എടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ സവാള വഴറ്റിയതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതേപോലെ ആവുന്നത് വരെ വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് കുരുമുളകാണ്. ഇത് പൊടിച്ചെടുത്ത് ഇത് 4 ടീസ്പൂണാണ് വേണ്ടത്. കുരുമുളക് പൊടി 4 ടീസ്പൂൺ. ഈ പൊടിച്ച കുരുമുളക് പൊടി നമ്മളിനി ഈ ബീഫിലേക്കിട്ട് ഇതിലിനി 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കണം. അതിനുശേഷം 4 ടീസ്പൂൺ തക്കാളി സോസ്, ടൊമാറ്റോ സോസ് 4 ടീസ്പൂണ്, ചില്ലി സോസ് ഒരു 4 ടീസ്പൂൺ, 2, 3, 4 ടീസ്പൂൺ വിനാഗിരി, 1, 2, 3, 4 ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കറിൽ വെച്ച് ഒരു 4 വിസിൽ ആകുന്നത് വരെ വേവിക്കുക. അതിനുശേഷം നെടുകെ കീറിയ പച്ചമുളക് ഒരു 4 എണ്ണം, അതിൻ്റെ കൂടെ ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന വറുത്ത് പൊടിച്ചു വെച്ചിരുന്ന സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വഴറ്റി വെച്ചിരിക്കുന്നതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുക്കറി വെച്ച് വീണ്ടും ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം കടുകും വറുത്ത് അതിലേക്കിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് കാസറോൾ റെഡി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.